ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അറബിക് ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. എൻ്റേതായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ. നല്ലൊരു കിടിലൻ ടേസ്റ്റ് ആട്ടോ. നോർമൽ ബട്ടർ ചിക്കൻ പോലെ അല്ല കേട്ടോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ഗ്രേവി നല്ല രീതിയിൽ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ ചോറിലേക്ക് വേറെ കറി ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഗ്രേവിയോട് കൂടെ വേണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കട്ടോ. നമുക്ക് പൊറോട്ട, പത്തിരി, നൂൽപുട്ട് എന്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇനി നമുക്കിതിലേക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ. ഞാനിവിടെ കുറച്ച് മസാലപ്പൊടികൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1.5 ടീസ്പൂൺ അറബിക് മസാലയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ അറബിക് മസാല ഇല്ലെങ്കിൽ നിങ്ങൾ ഗരം മസാല എടുത്തിട്ടോ. അറബിക് മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. പച്ചമല്ലിയൊക്കെ കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അതുപോലെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 വലിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ എരിവിനായിട്ടൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും അതുപോലെ ഒരു 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബട്ടർ കൂടി വേണം കേട്ടോ. ഞാനിവിടെ ഒരു 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് 2 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മളിതിൻ്റെ പകുതി ഒന്ന് ചേർത്തിട്ട് നമ്മൾ അതിലേക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് അതൊന്ന് വെൽറ്റാകുമ്പോൾ നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ചിക്കന് ബട്ടറിൽ കടന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ചിക്കൻ ഒന്ന് നല്ല രീതിയിലൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ആദ്യം ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബട്ടറിൽ നിന്ന് പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബട്ടർ ഓയിലൊന്ന് മെൽറ്റാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ബട്ടറിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ മുഴുവനൊന്ന് വൈറ്റ് കളറാകുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് ഉള്ളി ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് മുഴുവൻ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഉള്ളിൽ സോഫ്റ്റായി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ഇതിൻ്റെ പച്ചപ്പ് പോകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചപ്പൊന്ന് മാറുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ച ബേ ലീഫും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനിൽ നല്ല രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ കിടന്നിട്ട് ഈ മസാലയെല്ലാം ഒന്ന് വെന്ത് നമ്മുടെ ആ ഇട്ട ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ഇതിൽ തന്നെ ഉടഞ്ഞു വരും കേട്ടോ. നമ്മൾ വാട്ടിയിട്ടിട്ടൊന്നും വേണ്ട. ഇതുപോലെ തന്നെ ഇട്ടാൽ നല്ല രീതിയിലുള്ള ഗ്രേവി നമുക്ക് കിട്ടും കേട്ടോ. ഇടയിൽ ഇതുപോലെ ഒന്ന് തുറന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി മൂടി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ബട്ടറൊക്കെ ഒന്ന് മുകളിൽ തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇതുപോലെ ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. മസാലയെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മസാല ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബാക്കിയുള്ള ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചിക്കൻ്റെ കൂടെ കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇത്ര ബട്ടർ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. കുറച്ച് ബട്ടറിൽ ചെയ്താൽ മതി. ഞാനിവിടെ ചിക്കൻ റോസ്റ്റ് പോലെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ബട്ടറിലൊന്ന് നല്ല രീതിയിൽ ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത്ര ചേർത്ത് കൊടുക്കണ്ട. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അറബിക് ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മളിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില നമ്മൾ കട്ട് ചെയ്യുന്നതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പൊറോട്ട, പത്തിരി, നെയ്ച്ചോറ് എന്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.